നമസ്കാരം. ഏവരുടെയും വീടുകളിൽ വിഭിന്നമായ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ സസ്യങ്ങൾക്ക് പല വിധത്തിലും ഗുണകരമായ കാര്യങ്ങൾ ആ വ്യക്തികൾക്ക് പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന നിരവധിയായ സസ്യങ്ങളുണ്ട്. എന്നാൽ ഈ സസ്യങ്ങൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. ചില സസ്യങ്ങൾ വീടിന് വളരെ അനിവാര്യമാകാം. അത്തരത്തിൽ പ്രാധാന്യം അറിയിക്കുന്നതും എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ വീടിന് ദോഷമാകുന്ന വളരെയധികം തിരിച്ചടികൾക്ക് കാരണമാകുന്ന ചില സസ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു സസ്യത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ സസ്യം വളർത്തുമ്പോൾ എപ്പോഴും ദിശയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് കറിവേപ്പിന്റെ കാര്യമാണ്. കറിവേപ്പ് ഏവരും വീടുകളിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളർത്തുന്നതായ ഒരു സസ്യമാകുന്നു. എന്നാൽ കറിവേപ്പ് വീടുകളിൽ വളർത്തുമ്പോൾ ദിശ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ആ വീടിന് വളരെ ദോഷകരമായി ഭവിക്കും. ഈ സസ്യം ഒരിക്കലും വീടിനോട് ചേർന്ന് തൊട്ടടുത്തായി വളർത്തരുത് എന്നാണ് പറയുക. അത് വളരെ ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. പ്രധാന വാതിലിന് അഭിമുഖമായി ഒരിക്കലും വളർത്താൻ പാടില്ല എന്നാണ് പറയുക. പോസിറ്റീവ് ഊർജം വീടുകളിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സങ്ങൾ നേരിടുന്നതാണ്. കൂടാതെ നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും. അതിനാൽ പാടുള്ളതല്ല. വടക്ക് കിഴക്ക് എന്ന വളരെ പ്രധാനപ്പെട്ടതായ ദിശയിൽ ഒരിക്കലും നിങ്ങൾ കറിവേപ്പ് വളർത്തുവാൻ പാടുള്ളതല്ല. ഈ ദിശയിൽ വളർത്തുന്നത് ദോഷകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കന്നിമൂലയിൽ വളർത്തുകയാണ് എങ്കിലും അതും ആ വീടിന് ദോഷമായി ഭവിക്കുന്ന കാര്യമാണ്. കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയാണ്. ഈ ദിശയിൽ ഒരിക്കലും കറിവേപ്പ് പോലുള്ള ചെടി വളർത്താൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഉണ്ട് എങ്കിൽ മാറ്റി സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ശുഭം. എപ്പോഴും കറിവേപ്പ് നടുമ്പോൾ അതിർത്തി തിരിച്ച് നടുന്നതാണ് ഏറ്റവും ശുഭം. പ്രത്യേകിച്ചും അധികം സ്ഥലമില്ലാത്തവരാണ് എങ്കിൽ ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക. ഏറ്റവും ഉത്തമമായ ദിശ കറിവേപ്പ് വളർത്തുന്നതിലൂടെ ശുഭകരമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയാണ്. ഏറ്റവും വിശേഷമാണ്. ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും. കൂടാതെ കറിവേപ്പ് നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവ പറിക്കുന്നതുമാണ്. ഇലകൾ ഏവരും പറിച്ചെടുക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട്. തണ്ടോട് കൂടിയാണ് പറിക്കേണ്ടത്. ഒരിക്കലും ഇല മാത്രമായി പറിച്ചെടുക്കുവാൻ പാടുള്ളതല്ല. ഇത് ശുഭമല്ല. അതിനാൽ തണ്ടോടുകൂടി പറിക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം. വേസ്റ്റിനോട് ചേർന്ന് കറിവേപ്പ് ഒരിക്കലും വേസ്റ്റിനോട് ചേർന്ന് നടാൻ പാടുള്ളതല്ല. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ദോഷകരമാണ്. ഇപ്രകാരം വേസ്റ്റ് ഒരിക്കലും നിങ്ങൾ കറിവേപ്പിന്റെ അടുത്ത് നിക്ഷേപിക്കുവാനും പാടുള്ളതല്ല. അതും ദോഷമായി ഭവിക്കും. പലരും തീ കൂട്ടി കത്തിക്കുന്നതാണ്, അതായത് ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ്. എന്നാൽ അതൊരിക്കലും കറിവേപ്പിന്റെ അടുത്ത് ആവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. കറിവേപ്പ് വീടുകളിൽ ധാരാളമായി പൂക്കുന്നു എങ്കിൽ അത് ശുഭകരമല്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ധാരാളം പൂക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അത് അപ്പോൾ തന്നെ ഒടിച്ച് കളയുന്നതാണ് ഏറ്റവും ശുഭം. അതിനാൽ തന്നെ ആ കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകണം. അതല്ല എങ്കിൽ മരണതുല്യമായ ദുഃഖങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക. പല വിധത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. അതിനാൽ കറിവേപ്പ് പൂക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ചെയ്യണം. കറിവേപ്പ് ഏതൊരാവശ്യത്തിനാണ് എങ്കിലും ഒരിക്കലും സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾ പറിക്കുവാൻ പാടുള്ളതല്ല. സന്ധ്യയ്ക്ക് ശേഷം പറിക്കുകയാണ് എങ്കിൽ അത് ആ വ്യക്തിക്കും ആ വീടിനും ദോഷമായി ഭവിക്കും. അതിനാൽ ആവശ്യമുണ്ട് എങ്കിൽ നേരത്തെ പറിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭം. പലരും കറിവേപ്പ് നടാൻ ആഗ്രഹിക്കുകയും നടുകയും ചെയ്യുന്നവരാണ്. എന്നാൽ നടുമ്പോൾ ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകുക. നിങ്ങളുടെ വീട്ടിലുള്ള അംഗം കറിവേപ്പ് നടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം.
വീട്ടിൽ അംഗമല്ലാത്തതായ ഒരു വ്യക്തി അത് അടുത്ത വീട്ടിലെ വ്യക്തിയാണ് എങ്കിലും അവർ നടുന്നതായിരിക്കും ശുഭം. നിങ്ങളുടെ വീട്ടിലുള്ള അംഗം നടുകയാണ് എങ്കിൽ ആ അംഗത്തിന് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരുകയോ അല്ലെങ്കിൽ മാറി താമസിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യത്തിനും പ്രാധാന്യം നൽകണം. അതിനാൽ നടുന്നവർക്ക് ദോഷമായി ഭവിക്കും. കുടുംബത്തിലെ കാര്യമാണ് പരാമർശിക്കുന്നത്. മറ്റൊരു വ്യക്തി നടുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ദോഷമല്ല. കുടുംബത്തിലെ അംഗം നടുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ സൗഭാഗ്യം തന്നെ നഷ്ടമാകുന്നതിനോ ഭാഗ്യം തുണയ്ക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനോ അത് കാരണമായി തീരും. കറിവേപ്പ് നൽകുമ്പോൾ ഒരിക്കലും വെറുതെ നൽകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ആർക്കെങ്കിലും നൽകുകയാണ് എങ്കിൽ അവരിൽ നിന്നും മധുരം സ്വീകരിക്കുന്നത് പകരമായി സ്വീകരിക്കുന്നത് ഉത്തമമാകുന്നു. അല്ലെങ്കിൽ ഒരു നാണയത്തുട്ടെങ്കിലും അവരിൽ നിന്നും നിങ്ങൾ വാങ്ങേണ്ടത് അനിവാര്യമാണ്. അതിനാൽ നടാനായി ആരെങ്കിലും ചോദിക്കുകയാണ് എങ്കിൽ ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കും, അവർക്കത് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ കാര്യങ്ങൾ വർദ്ധിച്ചു എന്ന് വരാം. സമ്പത്ത് തന്നെ അല്ലെങ്കിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം. പല വഴികളിലൂടെയും ധനപരമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. മുള്ളുള്ള ചെടികൾ ഒരിക്കലും കറിവേപ്പിന്റെ അടുത്ത് നടാൻ പാടുള്ളതല്ല. ഇപ്രകാരം ആരെങ്കിലും നട്ടിട്ടുണ്ട് എങ്കിൽ അത് ശുഭമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ചിലർ കിണറിനോട് ചേർന്ന് നടുന്നതാണ്. അത് ഒരിക്കലും പാടില്ല എന്നാണ് പറയുക. കിണറിന്റെ തൊട്ടടുത്തായി അഥവാ കിണറിനോട് ചേർന്ന് തന്നെ നടുന്നത് അത് ആ വീട്ടിലെ വ്യക്തികൾക്ക് അമിതമായ ചെലവുകൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ആ വീട്ടിലെ അംഗങ്ങൾക്ക് വന്ന് ചേർന്നു എന്ന് വരാം. ഏവർക്കും വരണം എന്നില്ല. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ഒരിക്കലും കറിവേപ്പ് നിങ്ങൾ രാത്രി സമയങ്ങളിൽ നനയ്ക്കുവാൻ പാടുള്ളതല്ല. ഇപ്രകാരം ചെയ്യുന്നത് ദോഷകരമായി ഭവിക്കും. അതിനാൽ പകൽ സമയങ്ങളിൽ നിങ്ങൾ നനയ്ക്കുന്നതാണ് ഏറ്റവും ശുഭം. അതിനാൽ കറിവേപ്പ് വളർത്തുന്നു എങ്കിൽ ഈ കാര്യങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. വീടുകളിൽ ഗസ്റ്റുകൾ അല്ലെങ്കിൽ അടുത്തുള്ള വ്യക്തികൾ പലപ്പോഴും കറിവേപ്പ് ചോദിക്കുന്നതാണ്. ആ കറിവേപ്പിന്റെ തൈ ഒരിക്കലും രാത്രി സമയങ്ങളിൽ പിഴുത് നൽകാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. രാത്രി നൽകുന്നതിലൂടെ നിങ്ങൾക്കും അത് ദോഷമായി ഭവിക്കും. ഭാഗ്യം നഷ്ടപ്പെടുന്നതിന് കുറയുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ പല കാര്യങ്ങളിലും നിർഭാഗ്യം നിങ്ങളെ വേട്ടയാടി എന്ന് വരാം.